നമസ്കാരം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാളെ ഇന്ത്യ സന്ദർശനത്തിനായി എത്തുകയാണ്. വെള്ളിയാഴ്ചയാണ് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതേസമയം വളരെ വിചിത്രമായ ഒരു കാര്യം, പുടിൻ്റെ ഇന്ത്യ സന്ദർശനം പല യൂറോപ്യൻ രാജ്യങ്ങളെയും അസ്വസ്ഥരാക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ബ്രിട്ടൻ്റെയും ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും അംബാസഡർമാർ ടൈംസ് ഓഫ് ഇന്ത്യ ദിനപത്രത്തിൽ ഒരു സംയുക്ത ലേഖനം എഴുതിയത്. ഇതിലെല്ലാം തന്നെ അതിരൂക്ഷമായി പുടിനെ വിമർശിക്കുന്നുണ്ട്. റഷ്യ യുദ്ധക്കൊതിയന്മാരാണെന്ന സൂചനയുണ്ട്. അതുപോലെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അവർ ഒന്നും തന്നെ ചെയ്യുന്നില്ല തുടങ്ങിയ നിരവധി വിമർശനങ്ങളാണ് ഈ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് നയതന്ത്ര ചട്ടങ്ങളുടെ പൂർണ്ണമായ ലംഘനമാണ് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. കാരണം മറ്റൊരു രാജ്യത്തെ രാഷ്ട്രത്തലവൻ ഇന്ത്യ സന്ദർശിക്കാൻ എത്തുന്നത് ഇന്ത്യയുടെയും റഷ്യയുടെയും മാത്രം നയതന്ത്രപരമായ ഒരു കാര്യമാണ്. അതിലിടപെടാൻ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് എന്താണ് കാര്യം എന്നാണ് സ്വാഭാവികമായി ഉയരുന്ന ഒരു ചോദ്യം. എന്ത് അധികാരത്തിന് പുറത്താണ് ഇവർ ഇന്ത്യ സന്ദർശിക്കാനെത്തുന്ന മറ്റൊരു രാഷ്ട്ര തലവനെ ഇത്തരത്തിൽ വിമർശിക്കുന്നത് എന്നാണ് പല നയതന്ത്ര വിദഗ്ധരും ചോദിക്കുന്നത്. നമുക്കെല്ലാവർക്കും നന്നായിട്ടറിയാം, G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പുടിന് ഇന്ത്യയിൽ വരാനും കഴിയാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട്. പുടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ത്യയോട് എന്നും വളരെ അനുഭവം പുലർത്തുന്ന, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമൊക്കെ തന്നെ വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെയുള്ള പുടിൻ ഇന്ത്യയിലെത്തുമ്പോൾ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ചരിത്രപരമായി തന്നെ പണ്ട് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്ത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയെ എത്രമാത്രം റഷ്യ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇന്ത്യക്ക് നിർണായകമായ സഹായം ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ അന്ന് സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്കൊപ്പം തന്നെ നിന്നിട്ടുള്ള ഒരു രാജ്യമാണ്. പിന്നീട് സോവിയറ്റ് യൂണിയൻ വിഭജിച്ച് പോയി പല രാജ്യങ്ങളായി പോയി എങ്കിലും റഷ്യ എന്നും ഇന്ത്യയുമായി നല്ല ബന്ധം തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്. ഇന്ത്യ ഏറ്റവും അധികം എണ്ണ, ക്രൂഡ് ഓയിൽ വാങ്ങുന്നതൊക്കെ തന്നെ റഷ്യയിൽ നിന്നാണ്. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ എന്തുകൊണ്ടാണ് പുടിൻ്റെ ഇന്ത്യ സന്ദർശനത്തെ വിമർശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം തുടരുക തന്നെയാണ്. അമേരിക്ക ഇടപെട്ട അവരുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ട്രംപിൻ്റെ മരുമകനും അദ്ദേഹത്തിൻ്റെ പ്രത്യേക പ്രതിനിധി വിറ്റ്കോഫും ഒക്കെ ഇപ്പോൾ മോസ്കോയിലുണ്ട്. അവർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു. യുദ്ധം ഒരു പരിധിവരെ അവസാനിപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് അവർ നടത്തുന്നത്. നേരത്തെ ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊക്കെ തന്നെ യുക്രൈൻ അംഗീകരിച്ചിരുന്നു. ഇനി പുടിനും കൂടി അംഗീകരിച്ചാൽ ആ യുദ്ധം അവസാനിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതിനിടയിലാണ് ഒരു കാര്യവുമില്ലാതെ ഇത്തരത്തിൽ ഈ ഒരു പ്രസ്താവനയുമായി ഈ 3 അംബാസഡർമാർ സംയുക്ത ലേഖനം എഴുതി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇത് മുൻകൂട്ടി തയ്യാറാക്കി പദ്ധതി ഇട്ടിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ലേഖനം എഴുതിയത് എന്നുള്ളത് ഉറപ്പാണ്. ഒരു വ്യക്തി ഒരു ലേഖനം എഴുതിയതല്ല, 3 പേരും കൂടെ ചേർന്ന് സംയുക്ത ലേഖനം എഴുതി എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവതരമായ ഒരു അവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ഈ അംബാസഡർമാർ പറയുന്നത് റഷ്യ യാതൊരു പ്രകോപനവുമില്ലാതെയാണ് യുക്രൈനിൽ അധിനിവേശം നടത്തിയത് എന്നാണ്. അത് ഇപ്പോഴും തുടരുന്നു എന്ന് അവർ കുറ്റപ്പെടുത്തുന്നു. മാത്രമല്ല, ഇപ്പോൾ സമാധാന ചർച്ച നടക്കുന്നതിനിടയിലും റഷ്യൻ വിമാനങ്ങൾ യുക്രൈൻ്റെ തലസ്ഥാനമായ കീവിലും മറ്റും നിരന്തരമായി ബോംബാക്രമണം നടത്തുകയാണ് എന്നുമൊക്കെ തന്നെയാണ് ഇവർ കുറ്റപ്പെടുത്തുന്നത്. ഇതിന് ഇന്ത്യയുമായി എന്ത് ബന്ധമെന്നാണ് സ്വാഭാവികം നമുക്ക് ചോദിക്കേണ്ടത്. റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വരുമ്പോൾ അത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വിവിധ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്താനും അതുപോലെയുള്ള നയതന്ത്രപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും കരാറുകൾ ഒപ്പിടാനും ഒക്കെ ആയിരിക്കാം മറ്റൊരു രാജ്യത്തെ പ്രതിനിധി ഇവിടെ എത്തുക. അതിന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് അവരുടെ രാജ്യത്തെ പ്രതിനിധികളായി കഴിയുന്ന അംബാസഡർമാർക്ക് ഇതിൽ എന്ത് അവകാശമെന്നാണ് പലരും ചോദിക്കുന്നത്. ഇത് ഇന്ത്യ എന്ന രാജ്യത്തെ നമ്മുടെ നയതന്ത്ര ബന്ധങ്ങളെയൊക്കെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ അംബാസഡർമാർ പെരുമാറുന്നത് എന്നാണ് നയതന്ത്ര മേഖലയിൽ തന്നെയുള്ള ഇന്ത്യയിലെ പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ഈ അംബാസഡർമാർ ആരോപിക്കുന്നത് റഷ്യ ഇപ്പോഴും യുക്രൈനിലെ മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളും ആശുപത്രികളും ഒക്കെ തന്നെ ബോംബിട്ട് നശിപ്പിക്കുന്നുവെന്നാണ്. സമാധാനം ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു രാജ്യമാണ് റഷ്യ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതൊരു ശരിയായ നടപടിയല്ല. ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്രയോ വിദേശ രാഷ്ട്രത്തലവന്മാർ എത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായ ഭിന്നതയുള്ള ആരെല്ലാം അവിടെയെല്ലാം സന്ദർശിക്കുന്നുണ്ട്. ഇന്ത്യ അതേക്കുറിച്ച് പ്രതിഷേധിക്കാറുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നമുക്ക് ചൂണ്ടിക്കാട്ടാവുന്നുള്ളത് നമ്മുടെ നാശമെന്നും കാണാൻ ആഗ്രഹിക്കുന്ന പാകിസ്ഥാനിലെ പട്ടാള മേധാവിയായ യാസീം മുനീർ നിരന്തരമായി അമേരിക്കയിലെത്തി അവിടുത്തെ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുന്നതും അയാളെ അവിടുത്തെ ഒരു രാഷ്ട്രത്തലവൻ്റെ ഒപ്പം പദവി നൽകി അവർ ആദരിക്കുന്നതൊക്കെ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. പക്ഷേ ഇന്ത്യ അക്കാര്യത്തിൽ പ്രതിഷേധം അറിയിക്കാനോ ഇത് ശരിയല്ല എന്ന് പറയാനോ പോയിട്ടില്ല. കാരണം അത് അവരുടെ നയതന്ത്രപരമായ കാര്യമാണ്, നമുക്കതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ള ഇന്ത്യയുടെ വളരെ വ്യക്തമായ, പണ്ട് മുതൽ തന്നെ ഇന്ത്യക്ക് നയതന്ത്രപരമായ കാര്യങ്ങളിൽ ഒരു ശക്തമായ നിലപാട് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും പണ്ട് ഇന്ത്യയിൽ അധിനിവേശം നടത്തിയിരുന്ന രാജ്യങ്ങളാണ് എന്നുള്ള ആ പഴയ ഗർവ് ഇപ്പോഴും വെച്ച് പുലർത്തുന്നത് കൊണ്ട് തന്നെയാണോ ഇത്തരത്തിലുള്ള ഈ ഒരു ഇടപെടൽ നടത്തിയെന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. പക്ഷേ ഇതൊക്കെ തന്നെ നയതന്ത്ര രംഗത്തെ ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ അധിനിവേശമായിട്ട് വേണം കണക്കാക്കാൻ എന്നാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ പലരും ചൂണ്ടിക്കാട്ടുന്നത് ഈ ലേഖനം ഒരു ദയനീയമായ പരാജയമാണ് എന്നാണ്. മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ തലയിടാൻ അവിടുത്തെ അംബാസഡർമാർക്ക് അധികാരമില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു രാജ്യത്തെ നയതന്ത്രപരമായ കാര്യങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ള നയതന്ത്ര പ്രതിനിധികൾക്ക്, അംബാസഡർമാർക്ക് ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമായ കാര്യങ്ങൾ ഇടപെട്ട് അഭിപ്രായം പറയുന്നതിന് അവകാശമില്ല. അവർ ഇന്ത്യയെ ഈ ലേഖനത്തിൽ വിമർശിക്കുന്നില്ല എങ്കിൽ പോലും ഇന്ത്യ സന്ദർശിക്കാനെത്തുന്ന
പുടിനെ വിമർശിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അതിഥിയെ അപമാനിക്കുന്നതിന് തുല്യമാണത്. അതിഥിദേവ ഭവ എന്നുള്ളതാണ് നമ്മുടെ ഒരു ആപ്തവാക്യം പോലെ. അങ്ങനെയുള്ള ഒരു രാജ്യത്തേക്ക് കടന്നു വരുന്ന നമ്മളുമായി എല്ലാ കാലത്തും വളരെ നല്ല ബന്ധം പുലർത്തുന്ന ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രതലവനെ ഇത്തരത്തിൽ അപമാനിച്ച രീതി ശരിയായില്ല എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഏതായാലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഒന്നും ഇക്കാര്യത്തിലൊരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എങ്കിൽ പോലും ഈ 3 രാജ്യങ്ങളിലെ അംബാസഡർമാർ ചെയ്ത പ്രവൃത്തി വളരെ മോശമായി പോയി എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഇന്ത്യക്കുമുള്ളത്. ഏതായാലും ഒരുപക്ഷെ പുടിൻ്റെ സന്ദർശനത്തിന് ശേഷമായിരിക്കാം ഇന്ത്യ ഇത് സംബന്ധിച്ചൊരു ആധികാരിക പ്രസ്താവന നടത്തുന്നത് എന്ന് വേണം കരുതാൻ.